قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. സുഹൃത്തുക്കളെ, നമ്മൾ 28ാമത്തെ പാർട്ടിലാണ് ജബറിന് മറുപടിയായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ ഇസ്ലാമും ഖുർആനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഉള്ള പരാമർശങ്ങളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു തീരെ വിവരവുമില്ല, എന്നാൽ വിവരമുള്ള ഒരാളെപ്പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ. അതിന് എന്താ പറയുക, കൈയടിക്കാൻ ഒരുപാട് വിവരം കേട്ട ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ആക്ഷേപിക്കല്ല. കാരണം തീരെ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ സ്രോതസ്സിൽ നിന്ന് വേണം അത് പഠിച്ചെടുക്കാൻ. അത് തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാന്നുള്ളത് എത്രത്തോളം അപഹാസ്യമാണ്. ഇദ്ദേഹം ഇത് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം. എങ്കിൽ ആ പറയുന്നത് മണ്ടത്തരമാണ്. കാരണം ശാരീരികമായിട്ട് മനുഷ്യൻ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല, ഒരു അടിസ്ഥാനവുമില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആപേക്ഷികമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്? ശാരീരികമായിട്ട് എങ്ങനെ മനുഷ്യൻ പെർഫെക്റ്റ് ആവുന്നത്? മനുഷ്യൻ്റെ ഓരോ അവയവങ്ങൾ എടുത്തിട്ട് നമുക്ക് മറ്റു ജീവികളുടെ അവയവങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും മനുഷ്യൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ജീവിയല്ല. ഇപ്പോൾ ഈ ഖുർആൻ വായിക്കുന്ന ഏതൊരു മൊലിയാരെ മുഖത്തേക്ക് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ ഒരു കണ്ണട കാണാം. അപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ മൊലിയാരാണെങ്കിൽ പോലും അയാൾ വയസ്സ് പറയുമ്പോൾ അയാൾ കണ്ണട വെച്ചിട്ടാണ് ഖുർആൻ എടുത്ത് പോകുന്നത്. എന്തുകൊണ്ടാണ് കണ്ണട വെക്കേണ്ടി വരുന്നത്? കണ്ണിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആണെങ്കിൽ കണ്ണട വെക്കേണ്ടി വരും. കണ്ണിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് അല്ല. എന്തുകൊണ്ടല്ല എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഇന്നത്തെ മനുഷ്യരുടെ ഉപയോഗം അല്ല. മനുഷ്യൻ എന്ന ജീവി ഈ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ സമയത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വേറെയായിരുന്നു. ഇന്നത്തെ പോലെ ചെറിയ കിതാബ് നോക്കി അതിലുള്ള അക്ഷരങ്ങൾ നോക്കി വായിക്കുക, കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് ഇത് വായിക്കുക, എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യൻ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ്റെ ആവശ്യമായിരുന്നില്ല. അക്ഷരം വായിക്കണമെങ്കിൽ നമ്മൾ കണ്ണട വെച്ചിട്ട് വേണം നമുക്ക് വായിക്കാൻ. കൃത്രിമമായിട്ടുള്ള നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിനെ നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് വെച്ചുകൊണ്ട് നമ്മൾ കാഴ്ചയെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വ്യാപകമായതോടുകൂടി അവിടുന്ന് കണ്ണിൻ്റെ പെർഫെക്ഷൻ വീണ്ടും മറ്റു പലതരത്തിലേക്ക് നഷ്ടപ്പെടാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കേട്ടല്ലോ, എത്രത്തോളം വിഡ്ഢിത്തരമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെ പറ്റിയിട്ടാണ് ഖുർആനിൽ അവിടെ പറയുന്നത്. മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അത് ഏറ്റവും നല്ല ഘടനയിലാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, കാലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, പിടിക്കാൻ വേണ്ടി കൈകൾ, അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ നടക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിപ്പോൾ ഉള്ള സ്ഥലത്ത്, മുഖത്തുള്ള ആ സ്ഥലത്തല്ലെങ്കിൽ തലയിലായിട്ടാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? എവിടെ നോക്കിയിട്ട് നടക്കുക? അതായത് തലയുടെ ബാക്ക് ഭാഗത്താണെങ്കിലോ എവിടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് എവിടേക്ക് മാറിയാലും കണ്ണിൻ്റെ ആ ഒരു രീതി തന്നെ, നമ്മളെ നടത്തം തന്നെ കയ്യില്ല നമുക്ക് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സംസാരത്തിന് നമ്മുടെ വായ, അതേപോലെ തന്നെ നമ്മുടെ നാവ്, ചുണ്ടുകൾ, അതേപോലെ ഏത് പാർട്സുകളെടുത്തോ, ഇതൊക്കെ എവിടെയാണോ അത് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ തന്നെയാണുള്ളത്. ഇത് ഇവിടെ അല്ല അവിടെയാണ് വേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിത്തരം എന്നല്ലാതെ അയാൾ എന്താ നമ്മൾ പറയുക, അല്ലേ? മറ്റ് ഇതര ജീവികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ ഇല്ല എന്ന് അയാൾ പറയും. ഏത് ജീവികളായിട്ട് നമ്മൾ ഓരോ പാർട്സ് എടുത്തിട്ട് ഓരോ ജീവികളെ കമ്പയർ ചെയ്യുക? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? മൊത്തത്തിലല്ലേ ഒരു ജീവിയെ കമ്പയർ ചെയ്യുക. ഇപ്പോൾ മനുഷ്യനും ഒരു നായയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് ഏറ്റവും നല്ല ഘടന? മനുഷ്യൻ തന്നെയാണ്, അല്ലേ? ആണ്, നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ പുലിയും മനുഷ്യനായിട്ടെടുക്കാം, ഇപ്പോൾ സിംഹവും മനുഷ്യനായിട്ടെടുക്കാം. ഏതാണ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഘടന? മനുഷ്യൻ്റെ തന്നെയാണ്. എല്ലാന്ന് പറയാൻ പറ്റും ഇയാൾക്ക്? അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് എന്താ, പുള്ളി ഇപ്പം നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്, പക്ഷെ മനുഷ്യന് അത്ര സ്പീഡിൽ ഓടാൻ കഴിയില്ല. അങ്ങനെയാണോ നോക്കുക? അല്ലല്ലോ. ഇപ്പോൾ പക്ഷികൾക്ക് പറക്കാൻ കഴിയുന്നുണ്ട്, മനുഷ്യന് പറക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയാണോ നമ്മൾ കമ്പയർ ചെയ്യുക? ആ പക്ഷികൾക്കില്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഇവിടെ മനുഷ്യനുണ്ട്. കാരണം മനുഷ്യന് പറക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും അവൻ കണ്ടുപിടിച്ചു, അല്ലേ? അതേപോലെ നീന്താൻ, ഇപ്പം മീനുകൾക്ക് നീന്താൻ കഴിയുന്നുണ്ട്, മനുഷ്യന് നീന്താൻ പഠിക്കുന്നുണ്ട്, അവൻ പഠിച്ചിട്ട് നീന്തുന്നുണ്ട്.
അതന്നെയല്ലേ, മനുഷ്യനത് ചെയ്യാനുള്ള കഴിവ്, അവന് പഠിച്ച് സ്വായത്തമാക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇല്ലയെന്ന് ഇദ്ദേഹത്തിന് പറയാൻ. പിന്നെ കണ്ണിൻ്റെ ആണ് ഇദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. അത് നമുക്ക് കണ്ണിലേക്ക് വരാം. ഇപ്പം മനുഷ്യരിൽ പ്രകാശത്തോട് പ്രതികരിക്കുകയും കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുക സാധ്യമാകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു അവയവമാണ് മനുഷ്യ നേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കണ്ണിനെ പ്രധാനമായിട്ട് 8ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഇപ്പോൾ റെറ്റിന, അതേപോലെ പ്യൂപ്പിൾ, ലെൻസ്, കോർണിയ, ഐറിസ്, പിന്നെ മെക്കുല, ഫോവിയ, സിറില്ല, അങ്ങനെ ഇതിന് പുറമെ 22 വേറെയും ഘടകങ്ങൾ കണ്ണിലുണ്ട്. മനസ്സിലാവുണ്ടെന്നോ? അത് മനുഷ്യൻ്റെ കണ്ണിന് ഏകദേശം ഇപ്പോൾ 10 ദശലക്ഷം നിറങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ സെൻസറിയൻ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് കണ്ണ്. അതുപോലെ നമ്മുടെ കണ്ണുകളിൽ 100 മീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് ഒരു ദൂരദർശിനി പോലെ പ്രവർത്തിക്കും. ശരിക്കും ഒരു ദൂരദർശിനി പോലെ. കേവലം കാഴ്ചക്ക് മാത്രമല്ല കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പുറമേറ്റ് മാനുഷിക വികാരങ്ങൾ പ്രകടമാക്കാനും കണ്ണുകൾക്ക് സാധ്യമാകുന്നുള്ളതാണ്. നമ്മൾ കണ്ണിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ലോകം വളരെയധികം മുന്നേറിയെങ്കിലും പക്ഷെ കണ്ണിൻ്റെ പ്രവർത്തന രഹസ്യം ഇന്നും മനുഷ്യർക്കിടയിൽ നിഗൂഢമായി തന്നെ നിലനിൽക്കുന്നു. ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കണ്ണിനെ കുറിച്ചിട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ഇപ്പം കണ്ണ് മാറ്റിയേക്കുക എന്നൊക്കെ ഇപ്പം പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ കണ്ണല്ല ശരിക്കും അവിടെ മാറ്റി വെക്കുന്നത്. കണ്ണിലുള്ള അതിൻ്റെ ഒരു ലെൻസ് മാത്രമാണ് അവർ മാറ്റി വെക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കണ്ണ് മൊത്തമായിട്ട് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇയാൾക്ക് ഈ വിഷയത്തിലൊന്നും അറിയില്ല. പരിണാമത്തെക്കുറിച്ചൊക്കെയാണ് ഇയാൾ പറയുന്നത്. ശരിക്കും ഇയാൾക്ക് പരിണാമത്തെക്കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ അറിയില്ല, പരിണാമം എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആളാ. ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. അത് സ്ഥാപിക്കാൻ വേണ്ടി പരിണാമ സിദ്ധാന്തം കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞത് നേരെ വിപരീതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പരിണാമ സിദ്ധാന്തം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്ക് ആ വിഷയത്തിലില്ല. കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള ചോദ്യം കൊണ്ട് ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. കാരണം ഇതിനു മുമ്പ് ദൈവമില്ല എന്ന് വാദിച്ച് നടന്നിരുന്ന ഒരാളാണ് ഇയാൾ. ഇദ്ദേഹത്തിന് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് ഇയാളോട് ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളല്ല എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ആ ക്ലിപ്പിൻ്റെ കയ്യിലിപ്പം ലഭ്യമല്ല, അല്ലെങ്കിൽ ഞാൻ അതും കേൾപ്പിച്ചേനെ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വിവരമില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇത്. പക്ഷെ എല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പരിണാമമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണിനെ കുറിച്ചിട്ട് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ വളരെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കണ്ണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന് കണ്ണാട വെക്കേണ്ട ആവശ്യം വന്നു എന്നുള്ളത് കൊണ്ട് കണ്ണിൻ്റെ സൃഷ്ടിയേ ശരിയില്ല എന്നങ്ങോട്ട് പറയാം. എന്താല്ലേ, മനുഷ്യൻ്റെ ഓരോ പാർട്സും ഓരോ സമയങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. അത് ഖുറാനിൽ തന്നെ കൃത്യമായിട്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. അല്ലാതെ മനുഷ്യന് നാശം ഇല്ലാത്ത രീതിയിൽ സൃഷ്ടിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അവനൊരു പ്രായം, ഒരു ചെറിയ കുഞ്ഞാകുമ്പോൾ തുടങ്ങി പിന്നെ അങ്ങനെ വളർന്ന് വരുമ്പോൾ അതിനനുസരിച്ച് അവൻ്റെ എല്ലാ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദുർബലമായിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ടാണ് കണ്ണും. അപ്പം അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഓരോ കാരണങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ്. ആളുകൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ നിർത്തുകയാണ്. വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.